നമസ്കാരം, നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് ബൈക്കും കോളിസുമായി കൂട്ടിയിടിച്ച് CCTV റിപ്പോർട്ടർക്ക് പരിക്ക്. തൃത്താല ബ്യൂറോ റിപ്പോർട്ടർ ശിവപ്രസാദിനാണ് പരിക്കേറ്റത്. കൂറ്റനാട് സെന്ററിലായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. കാലിന് ഗുരുതര പരിക്കേറ്റ് ശിവപ്രസാദിനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത ചുവട്ടുപാടത്തിന് സമീപം ട്രെയിലർ ലോറിയിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. തൃശൂർ ആറങ്ങോട്ടുകരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദേശമംഗലം തലശ്ശേരി പാട്ടാറ വീട്ടിൽ സതീഷ് മകൻ അശ്വിനാണ് മരിച്ചത്. 19 വയസ്സാണ്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ചുവട്ടുപാടത്തിന് സമീപം ദേശീയപാത കരാർ കമ്പനിയുടെ ട്രെയിലർ ലോറി ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അശ്വിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ആറങ്ങോട്ടുകരയിലെ വർക്ക്ഷോപ്പിൽ ഓട്ടോ ഇലക്ട്രീഷ്യനാണ് അശ്വിൻ. സുഹൃത്തുക്കളുമൊത്ത് ലുലു മാളിൽ പോയി തിരികെ പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. സ്വപ്ന അമ്മയും അർജുൻ സഹോദരനുമാണ്. പട്ടാമ്പി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് സ്വകാര്യ സംരംഭം തുടങ്ങാൻ കെട്ടിടത്തിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് ബാങ്ക് ലോൺ കൈപ്പറ്റിയെന്ന ആരോപണവുമായി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ഇതിനെതിരെ നടപടി വേണമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2020 വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി നിലയിൽ വന്നത്. ഒരു യുവ പ്രസിഡന്റ് എന്ന നിലയിൽ NK അബ്ദുൽ ലത്തീഫിനെ വല്ലപ്പുഴക്കാർ വളരെ നല്ല രീതിയിലാണ് നോക്കിക്കണ്ടത്. എന്നാൽ സത്യപ്രതിജ്ഞാ ലംഘനവും അതുപോലെ തന്നെ ഒരു വഞ്ചനാപരവുമായിട്ടുള്ള ഒരു കാര്യമാണ് അബ്ദുൽ ലത്തീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വ്യാജമായി D&O ലൈസൻസ് ഉണ്ടാക്കിക്കൊണ്ട് വല്ലപ്പുഴ ചെർപ്പശ്ശേരി അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്ന് ബിസിനസ് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വ്യാജമായി ഒരു ലൈസൻസ് ഉണ്ടാക്കി ബിസിനസ് ലോൺ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തികഞ്ഞ വിരോധാഭാസവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ്. അതുകൊണ്ടാണ് ഈ യൂത്ത് ലീഗ് ഇങ്ങനെയുള്ളൊരു വാർത്താസമ്മേളനം വിളിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. പിന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ ലൈസൻസിന്റെ കോപ്പിയും വിവരാവകാശ രേഖയും ഞങ്ങൾ കൈവശമുണ്ട്. അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് വ്യാജ ലൈസൻസ് ഉണ്ടാക്കി ചെർപ്പശ്ശേരി അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ശാഖയിൽ നിന്നും ബാങ്ക് ലോൺ കൈപ്പറ്റിയെന്ന ആരോപണവുമായാണ് വല്ലപ്പുഴ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത്. 2020-21 വർഷത്തിൽ ഒരു കെട്ടിട നമ്പറിന്റെ പേരിൽ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് സമ്പാദിച്ചായാണ് ആരോപണം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരാവകാശ രേഖയിൽ ഇത്തരമൊരു ലൈസൻസ് അനുവദിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ പദവി ദുരുപയോഗം ചെയ്ത് സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു. പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളെ അവഗണിക്കുന്ന സമീപനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടരുന്നത്. വ്യാജ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികളുമായി യൂത്ത് ലീഗ് മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ NK അബ്ദുൽ ലത്തീഫിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു രീതിയിൽ നോക്കിക്കണ്ട ഒരു ഭരണസമിതി, ഒരു യുവ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ തെളിവോട് കൂടിയിട്ടാണ് അദ്ദേഹം വ്യാജ ലൈസൻസ്, പഞ്ചായത്തിന്റെ വ്യാജ ലൈസൻസ് ഉപയോഗിച്ച് അദ്ദേഹം ചെർപ്പശ്ശേരി അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങള് പല പ്രാവശ്യം വല്ലപ്പുഴ പഞ്ചായത്തിലെ ഭരണസമിതി അംഗം എന്ന നിലയിൽ വല്ലപ്പുഴ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിന് വളരെ അവഗണനയോട് കൂടിയിട്ടാണ് വല്ലപ്പുഴ പഞ്ചായത്തില് പ്രതിപക്ഷത്തിന് ഫണ്ടും വെക്കുന്നില്ല. അതുപോലെ തന്നെ ഫണ്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത CFC ഫണ്ട് പോലത്തെ CFC ഫണ്ട് വളരെ തുച്ഛമായ ഫണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്ക് തരികയും അതുപോലെ മെയിൻ്റനൻസ് ഗ്രാന്റ്, റോഡ് റീടാറിങ് പോലത്തെ വർക്കുകളുള്ള ഫണ്ടാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്ക് നിലവിൽ തന്നിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ നിലവിലെ ടാറിങ് വർക്കുകൾ എടുക്കാൻ ഒരു കോൺട്രാക്ടർമാരും തയ്യാറാവാത്ത ഒരവസ്ഥയും കൂടിയാണ്. മുസ്ലിം യൂത്ത് ലീഗ് നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ CK സിദ്ദീഖ്
യൂത്ത് ലീഗ് ട്രഷറർ KT യാസീൻ, സഫറുള്ള പുത്തമ്പുരയിൽ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പട്ടാമ്പി, ഓങ്ങല്ലൂർ, മരുതൂർ, തൊണ്ടിയന്നൂരിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്ന് NCP ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി നേതാക്കൾ ക്വാറി പ്രദേശം സന്ദർശിക്കാനെത്തി. ക്വാറി പ്രദേശത്തേക്കുള്ള റോഡ് നിർമ്മിച്ചത് വനം ഭൂമി കയ്യേറിയാണെന്ന് സംശയിക്കുന്നതായും നേതാക്കൾ സൂചിപ്പിച്ചു. വലിയ പ്രതിഷേധങ്ങൾക്കിടവരുത്തിയ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊണ്ടിയന്നൂരിൽ ക്വാറി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി പ്രദേശത്താണ് NCP പട്ടാമ്പി ബ്ലോക്ക് പ്രതിനിധി സംഘം സന്ദർശനം നടത്തിയത്. പ്രദേശവാസികൾ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളും ക്വാറി പ്രദേശത്തേക്ക് എത്തിയിരുന്നു. വനഭൂമി കയ്യേറിയാണ് ക്വാറിയിലേക്കുള്ള റോഡ് നിർമ്മിച്ചതെന്ന ആക്ഷേപവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിലൂടെയുള്ള റോഡിന് പലയിടത്തും വീതി കുറവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് അധികൃതരും പരിശോധന നടത്തി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് NCPയുടെ നേതൃത്വത്തിൽ ഇവിടെ സന്ദർശനം നടത്തിയത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തി പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി NCP രംഗത്തുണ്ടാകുമെന്ന് NCP ജില്ലാ സെക്രട്ടറി KP അബ്ദുറഹ്മാനും ബ്ലോക്ക് പ്രസിഡന്റ് P സുന്ദരനും വ്യക്തമാക്കി. ക്വാറി വരുന്നത് ഈ ക്വാറിയുടെ തൊട്ട പരിസരത്ത് തന്നെ വീടുകളുണ്ട്. വളരെ വലിയ സ്ഫോടനം നടത്താവുന്ന ലൈസൻസൊക്കെ ഇവർ എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉണ്ടോ ഇല്ലേ എന്ന് പൂർണ്ണമായി അറിയില്ല. എങ്കിലും വലിയ സ്ഫോടനങ്ങൾ നടക്കുകയാണെങ്കിൽ അത് ഇവിടെയുള്ള വലിയ വീടുകൾ, വലിയ ചെലവ് ചെയ്തുണ്ടാക്കിയ വീടുകൾക്കൊക്കെ ബാധിക്കും, ജനങ്ങൾക്ക് ബാധിക്കും. അതോടൊപ്പം ഫോറസ്റ്റിൻ്റെ ഭൂമി ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ജണ്ടയെ അതിർത്തിയാക്കി അവർ വെട്ടിയിട്ടുണ്ട്. ജണ്ട അതിർത്തിയല്ല, സർവേക്കല്ലായിരിക്കണം അതിർത്തി. സർവേക്കല്ലാണ് അതിർത്തി. അപ്പോൾ ആ ഭൂമിയിൽ അവർ കൈവച്ചതായി സംശയിക്കുന്നു. അത്തരം കാര്യമാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് യാതൊരുവിധ പിന്തുണയും കൊടുക്കില്ല എന്നുള്ളതാണ്. അതിനുവേണ്ട ഇടപെടലുകൾ ഞങ്ങൾ നടത്തും. അതോടൊപ്പം ഈ ഒരു പ്രൈവറ്റ് ഭൂമിയിലെ കുറച്ച് റോഡ് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കിലുള്ള ഭൂമിയിലുള്ളത് മുഴുവൻ വീടുകളുടെ ഇടയിൽ കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. വനഭൂമിയാണ്. വനഭൂമി കയ്യേറി റോഡ് നിർമ്മാണത്തിനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വനം വകുപ്പിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. അവരിവിടെ വന്നു. അവരിപ്പോൾ ഡിജിറ്റൽ സർവേ ഇവിടെ നടത്തി. അത് മുഴുമിച്ചിട്ടില്ല. ഒരു ദിവസം കൂടെ വേണ്ടി വരും. എന്തായാലും ഇവിടെ വന്ന് കണ്ട കാഴ്ചപ്പാടിൽ ഏറ്റവും അധികം ജനവാസ മേഖല തന്നെയാണിത്. ഈ പ്രദേശത്തെ ആളുകൾ അതൊരു വളരെ പ്രശ്നമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതിപ്പോൾ ഈ നാട്ടിലെ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി പിന്നീട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതിന് മുൻപ് തന്നെ മുൻകരുതൽ ആയിട്ട് ഇവിടുത്തെ നാട്ടുകാർ ഐക്യകണ്ഠേനെ നിൽക്കുന്നുണ്ട്. അതെന്തായാലും ഒരു നല്ല സംഭവമാണ്. എന്തായാലും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയും കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അതിന് ഉദ്യോഗസ്ഥന്മാർ ഇതുവരത്തെ സർവേ നടത്തിയതിൻ്റെ റിപ്പോർട്ട് DFOനും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റു നേതാക്കളായ T അനൂപ്, TK ഇസ്മയിൽ, CP രാജകുമാർ, V വേഷുട്ടൻ, E രാജീവ്, AT മുഹമ്മദ് യാഷിഖ്, VP ബാബു, ഇബ്രാഹിം, ബഷീർ വല്ലപ്പുഴ, K മോഹൻദാസ്, നാസർ കൊപ്പം എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഇവർക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ PM വാസുദേവൻ, വിജയൻ പൂവക്കോട്, ശങ്കരൻ, സിദ്ദിഖ് തുടങ്ങിയവരും പ്രദേശത്തെത്തി NCP പ്രതിസംഘവുമായി ചർച്ച നടത്തി. ചെറുതുരുത്തിയിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആർട്ട് ആൻഡ് ഐഡിയ പ്രഭാഷണ പരമ്പരയ്ക്ക് കലാമണ്ഡലം നിള ക്യാമ്പസിൽ തുടക്കമായി. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MB നാരായണൻ ആദ്യ പ്രഭാഷണ ക്ലാസ് നടത്തി. രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ സംസാരിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന കലയെ പറ്റിയുള്ള ക്ലാസുകൾക്ക് പ്രമുഖ കലാ നിരൂപകർ ക്ലാസുകൾ എടുക്കുകയും നിരവധി കലാകാരന്മാർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇന്ത്യയിലുള്ള മറ്റ് രൂപങ്ങൾ ഭാഗവത കുച്ചിപ്പുടി ഭാഗവതങ്ങളാണെങ്കിലും കഥക്കാണെങ്കിലും ഒഡീസിയാണെങ്കിലും ഇന്ത്യയിലുടനീളം ഉണ്ടായിരിക്കുന്ന പാരമ്പര്യ കലകളുടെ ഒക്കെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് ഒരു ദിശയിൽ നോക്കുമ്പോൾ അവയൊക്കെ തന്നെ കൃത്യമായ ഈ ഒരു ശ്രേണീബദ്ധമായ സമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളാകുമ്പോൾ തന്നെ അവയുടെ സാമ്പത്തികമോ ആയ സ്വഭാവം, അവയുടെ പുരസ്കരണ മാതൃകയും നോക്കുമ്പോൾ പ്രധാനമായും ഒരു മോണിറ്റൈസ്ഡ് പണം എന്ന രീതിയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടില്ല. നമ്മൾ ആലോചിക്കുന്നത് കേരളത്തിൽ പണം എന്നത് പൈസയായിട്ട് ഉറുപ്പികയായിട്ടുള്ള വ്യവഹാരം തന്നെ ഗൗരവമായിട്ട് വരുന്നത് 20-ാം നൂറ്റാണ്ട് ആരംഭിച്ചു വരുന്ന 1920-ഓടുകൂടിയാണ്. ഇവിടെ ഇഷ്ടിക കമ്പനികളും മോട്ട് കമ്പനികളും മറ്റുമൊക്കെ വരുന്നൊരു കാലത്താണ് ഇവിടെ യഥാർത്ഥത്തിൽ പണത്തിലൂടെയുള്ള വ്യവഹാരം ഉണ്ടാകുന്നത്.
അതിനു മുമ്പുള്ള വ്യവഹാരം അധികം വന്നത് നെല്ല്, അരി മുതലായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള വ്യവഹാരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്തരമൊരു വ്യവഹാരത്തിൻ്റെ in the year and a little more that I have been involved with Kalamandalam, that there is a tendency of thinking of ourselves as something different from society, of not necessarily thinking of other streams of thoughts, of ideas, of possibilities. An artist has a much greater role to play in society today than ever before, because we are becoming a race up to our 10 For us, that tick on the screen is what matters, and that's not what life is about. We know that since the COVID period, the kind of mental illness, depression, suicides have all gone up in the world. ഒരിടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. പട്ടാമ്പി മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട മാടായിക്കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മുഹമ്മദ് മുഹസിൻ MLA പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുതുതല ഗ്രാമപഞ്ചായത്തിലെ കൊടുമുണ്ട മാട്ടായിക്കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജലസേചന വകുപ്പിന്റെ ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം. നവീകരണ പ്രവൃത്തിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മാട്ടായിക്കുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. കുളം നവീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുളങ്ങളാണ് നമ്മുടെ ജലസംഭരണി എന്ന് പറയുന്നത്. ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കുളങ്ങൾ. ഭൂമിയെ റീചാർജ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഭൂമി റീചാർജ് ചെയ്യാൻ കുളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കുളങ്ങളും പാടങ്ങളും ഇല്ലാതെയാവുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ വെള്ളം നിൽക്കാതിരിക്കുകയും കിണറുകളിലൊന്നും വെള്ളം കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വരൾച്ചയുടെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ കുളങ്ങൾ നവീകരിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ആ കുളങ്ങളെ സംരക്ഷിച്ചു നിർത്തുക. രണ്ട്, നിലവിൽ ഭൂമിയെ റീചാർജ് ചെയ്യാൻ പറ്റുന്ന പരമാവധി കുളങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ്. ഇവിടെ നമുക്കറിയാം, ഈ മാടായിക്കുളം, ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഈ കുളം നവീകരിക്കാൻ ദീർഘകാലമായി ആളുകൾ ആവശ്യപ്പെടുന്നതാണ്. നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചു വളരെ കുറഞ്ഞ ഫണ്ടായിരുന്നു. ആ ഫണ്ട് കൊണ്ട് ഇത് നവീകരിച്ചിരുന്നെങ്കിൽ ഒന്നും ആവില്ലായിരുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ ചെയ്തതിനേക്കാൾ ദോഷം വരാൻ അത്ര കുറഞ്ഞ ഫണ്ടായിരുന്നു അത്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. K. ഉണ്ണികൃഷ്ണൻ, CM നീലകണ്ഠൻ, ചന്ദ്രമോഹൻ, A. രാമദാസ്, VT നാരായണൻ, M. ശങ്കരൻകുട്ടി, നാരായണൻ എംബ്രാന്തിരി, PD സുബീഷ്, ഷെഫീഖ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് കുളത്തിന്റെ പുനരുദ്ധാരണം. നിലവിൽ പാർശ്വഭാഗങ്ങൾ ഇടിഞ്ഞും പടവുകൾ ഇല്ലാതെയായും കുളിക്കടവ് നശിച്ചും കുളം നാശത്തിന്റെ വക്കിലാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇക്കാര്യം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നവീകരണത്തിനുള്ള നടപടികൾ ആയത്. നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നും മണ്ണെടുത്ത് ആഴം കൂട്ടും, വീതിയും വർദ്ധിപ്പിക്കും. 4 ഭാഗവും ചുറ്റുമതിലും കുളത്തിലേക്ക് ഇറങ്ങുവാൻ പടവുകളും 2 കുളക്കടവുകളും കൈവീരോടുകൂടിയുള്ള നടപ്പാതയും നിർമ്മിക്കുന്നുണ്ട്. പ്രദേശത്തെ 70ഓളം കുടുംബങ്ങളുടെ ജലക്ഷാമത്തിനും മറ്റു ആവശ്യങ്ങൾക്കും കുളം ഉപകാരപ്രദമാകും. 50 ഏക്കറോളം നെൽകൃഷിക്കും കുളത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ജലസേചനം എത്തിക്കുവാനുള്ള സൗകര്യവും ഉണ്ടാകും. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2022-23 വർഷത്തെ വാർഷിക പൊതുയോഗം നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് NT ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത് വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് V. കേശവദാസ്, ജോയിന്റ് സെക്രട്ടറി രതീഷ്, നന്ദകുമാർ K, ഗഫൂർ CM, ഉണ്ണി കല്ലഴി, മഹേഷ് PB തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജയൻ K, സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത്, വൈസ് പ്രസിഡന്റ് കേശവദാസ്, ജോയിന്റ് സെക്രട്ടറി രതീഷ് NV, ട്രഷറർ മഹേഷ് PB തുടങ്ങി 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തു.
പട്ടാമ്പി പെരിന്തൽമണ്ണ മേലാറ്റൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ കന്നി യാത്ര വിളയൂർ പഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവിനു വേണ്ടി ഒരു ദിവസം ലഭിക്കുന്ന വരുമാനം പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്കായി നൽകാനാണ് തവക്കൽ ബസ് ഉടമകളായ മുഹമ്മദ് അലിയും അഷ്റഫും തീരുമാനിച്ചത്. മേലാറ്റൂർ പെരിന്തൽമണ്ണ പട്ടാമ്പി ഷൊർണൂർ വഴി സർവീസ് നടത്തുന്ന തവക്കൽ എന്ന പുതിയ ബസിന്റെ കന്നിയോട്ടമായിരുന്നു തിങ്കളാഴ്ച. ഈ കന്നിയോട്ടം വിളയൂർ പഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവിനു വേണ്ടി നീക്കിവെക്കാനാണ് ബസ് ഉടമകളായ വിളയൂർ സ്വദേശി മുഹമ്മദ് അലിയും വളപുരം സ്വദേശി അഷ്റഫും തീരുമാനിച്ചത്. നിർധനരും പാവപ്പെട്ടവരുമായ കിഡ്നി ക്യാൻസർ ഉൾപ്പെടെയുള്ള കിടപ്പിലായ രോഗികളെ ഉൾപ്പെടെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിളയൂർ പഞ്ചായത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തിച്ചു വരുന്നത്. ഇതിലേക്ക് ഒരു കൈ സഹായമായിരുന്നു തവക്കൽ ബസ് ഉടമകളുടെ തീരുമാനം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ബസിന്റെ കന്നിയോട്ടം വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ഫ്ളാഗ് ഓഫ് ചെയ്തു. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. സൗമനസ്യത്തോടുകൂടി ഞങ്ങളെ പഞ്ചായത്തിലെ 6ാം വാർഡിലുള്ള മുഹമ്മദ് അലി എന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വാപ്പു അവരുടെ ബസ് വാങ്ങിയിട്ട് അതിൻ്റെ ആദ്യത്തെ ഓട്ടം വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്ര വലിയൊരു മനസ്സുള്ള ഈ ഒരു പ്രവൃത്തി ഞങ്ങളേവരും വളരെ കാരുണ്യപൂർവ്വം നോക്കിക്കൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇത്തരം പ്രവൃത്തികൾ ഞങ്ങളുടെ പഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഞങ്ങൾ എത്ര അഭിനന്ദിച്ചാലും ബഹുമാനപ്പെട്ട വാപ്പുവിനും മതിയാവില്ല. വളരെ സന്തോഷം. ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യാൻ എല്ലാവരെയും നമ്മൾ ഇത്തരം ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് എല്ലാവരും ഇത്തരം നല്ല പ്രവൃത്തിക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കൂടി ചെയ്യാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുജീബ് കരുവാൻകുടി, രാജൻ പുന്നശ്ശേരി, മുസ്തഫ മലവട്ടം, OT നിജാസ്, ബസ് ഓണർമാരായ മുഹമ്മദ് അലി, അഷറഫ്, മറ്റു ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഒരു ദിവസം സർവീസ് നടത്തി നിന്ന് ലഭിക്കുന്ന വരുമാനം പെയിൻ ആൻഡ് പാലിയേറ്റീവിനു വേണ്ടി മാറ്റിവെക്കുക മാത്രമല്ല, കിഡ്നി ക്യാൻസർ ഉൾപ്പെടെയുള്ള മാറാരോഗങ്ങളുമായി കഴിയുന്നവർക്ക് സൗജന്യ യാത്രയും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ ഒഴിവുള്ള പ്ലംബർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായുള്ള കൂടിക്കാഴ്ച ജനുവരി 16 നടക്കും. രാവിലെ 11 മണിക്ക് ദേവസ്വം ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഒരു ഒഴിവിലേക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 9 മണിക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ദേവസ്വം കാര്യാലയത്തിൽ എത്തിച്ചേരേണ്ടതാണ്. SSLC, ITI, ITC പ്ലംബർ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യത 18 മുതൽ 36 വരെയാണ് പ്രായപരിധി. നിയമാനുസൃത വയസ്സിളവുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 04872 55 63 35. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.